നമസ്കാരം. കൊല്ലത്ത് നിരാലംബരെ പീഡിപ്പിച്ചത് സാമൂഹ്യ വിരുദ്ധർ. കൊച്ചിയിൽ നിരാലംബർക്ക് തുണയായത് ആതുരാലയം. കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൊല്ലം കടക്കിലിൽ കമ്പംകോട് വൃദ്ധയെയും മന്ദബുദ്ധിയായ മകളെയും മർദ്ദിക്കുകയും നഗ്നത പ്രദർശിപ്പിക്കുകയും ചെയ്തതായി പരാതി. മുമ്പ് വനിതാ കമ്മീഷൻ മന്ദബുദ്ധിയായ യുവതിക്ക് സ്വയരക്ഷയ്ക്കായി ക്യാമറ സമ്മാനിച്ചിരുന്നു. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ക്രൈംബ്രാഞ്ചിലെ ആദ്യ റിപ്പോർട്ട് കൊല്ലത്ത് നിന്ന് രാജ്കുമാർ നൽകുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ജോൺ എന്നയാൾ തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ശരീരമാസകലം മർദ്ദനമേറ്റ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മകളുമൊത്ത് ചികിത്സ തേടിയ ഏലിയാമ്മ പറഞ്ഞു. ഇതെല്ലാം അടിയാണ്, മൊത്തം അടി, എല്ലാവരും കുറവെല്ലാം എല്ലാ അടിയാ, ദേഹം മൊത്തം ചവിട്ടും അടി. ഈ കുഞ്ഞാണ് പിടിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി ചോരയായിട്ട് ഈ കൊല്ലം ഡിസ്ട്രിക്ട് കൊട്ടാരിക്കര വന്നപ്പോൾ അവിടെ ഒക്കത്തില്ല. ഈ തലയുടെ സ്കാൻ എടുക്കണം. പിന്നെ കുഞ്ഞ് കൊല്ലത്ത് പോയി തെണ്ടി സ്കാൻ അടച്ച് പൈസ അടച്ച് 800 രൂപ. ഞാൻ ഈ കുഞ്ഞിനെ ഇട്ടേച്ച് പോകാൻ പറ്റത്തില്ല. അവന്മാർ ആക്രമിക്കുവാണ്. ഈ ചട്ടിയൊന്നും ഇടാതെ 100 വസ്ത്രം പോക്കി ചെല്ലുമ്പോൾ ഇതിന് ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ 100 പറഞ്ഞ് കെട്ടിക്കല്, ഭർത്താവിനെ ശാരീരബന്ധം വിടുമ്പോൾ വെട്ടി ഞുറുക്കി വയ്ക്കും, അതിന് പോവല്ലേ എന്ന് പറഞ്ഞു. ബുദ്ധിയില്ല. ദൈവം വിളിക്കുന്നിടം വരെ വളർത്തണം. എനിക്ക് വേറെ മക്കളൊന്നുമില്ല. ഇതിനെയും കൊണ്ട് തെണ്ടിയാണ് ഞാൻ കാര്യത്. സ്വയരക്ഷയ്ക്ക് വനിതാ കമ്മീഷൻ ഏലിയാമ്മയുടെ മന്ദബുദ്ധിയായ മകൾക്ക് ക്യാമറ വാങ്ങി നൽകിയിട്ടുണ്ട്. ക്യാമറ പിടിച്ചെന്നത് കുഞ്ഞിനെ ആരും അതിനെ ഒന്നും ചെയ്യാതിരിക്കാൻ ചെയ്തേക്കും. മന്ദബുദ്ധിയായ മകളെ സംരക്ഷിക്കാൻ ഏലിയാമ്മ ഭിക്ഷാടനം നടത്തിയാണ് പണം കണ്ടെത്തുന്നത്. 50% വൈകല്യമുള്ള മകളെ പീഡിപ്പിക്കാനും ശ്രമം നടന്നതായി ഏലിയാമ്മ പറയുന്നു. കൊട്ടാരക്കര പോലീസ് കേസെടുത്തെങ്കിലും ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. രാജ്കുമാർ, കൊല്ലം. കൊച്ചിയിൽ മയക്കുമരുന്നിനെതിരായ പരിശോധന കർശനമാക്കുന്നു. വിവിധയിടങ്ങളിൽ നിന്നായി കൊച്ചിയിലേക്കുള്ള കഞ്ചാവ് കടത്ത് വ്യാപകമാകുന്നതിനെ തുടർന്നാണ് നടപടി. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കഞ്ചാവും പാൻപരാഗ്, ഹാൻസ് തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങളും വൻതോതിൽ പിടിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂർ, ആലുവ, കാലടി, കാക്കനാട് തുടങ്ങിയ മേഖലകളിലായിരിക്കും പ്രധാനമായും പരിശോധന നടത്തുക. തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നും ഇടുക്കി ജില്ലയിൽ നിന്നുമായി കൊച്ചിയിലേക്കുള്ള കഞ്ചാവ് കടത്ത് വ്യാപകമാകുന്നതായി എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ സഹകരണത്തോടെ പരിശോധന നടത്തുന്നത്. മഫ്തി പോലീസിന്റെ സഹായത്തോടെ നേരത്തെ നടത്തിയ പരിശോധനകളിൽ വലിയ തോതിൽ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരിശോധന വ്യാപകമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുനെല്ലിയിൽ KTDC റിസോർട്ടിന് നേരെ ആക്രമണം. ടാമറിൻ ഹോട്ടലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. റിസപ്ഷനും കമ്പ്യൂട്ടറുകളും അടിച്ചു തകർത്തു. സംഭവത്തിന് പിന്നിൽ 6 അംഗ സംഘം. സ്ഥലത്ത് നിന്ന് മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകളും പോലീസ് കണ്ടെടുത്തു. തിരുനെല്ലിയിലെ KTDCയുടെ ടാമറിൻ ഹോട്ടലാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി മാവോയിസ്റ്റുകളെന്ന് സംശയിക്കുന്ന സംഘം അടിച്ചു തകർത്തത്. സംഭവത്തിന് പിന്നിൽ 6 അംഗ സംഘമാണെന്നാണ് സൂചന. റിസപ്ഷനും റെസ്റ്റോറന്റും ഉപകരണങ്ങളും സംഘം അടിച്ചു തകർത്തു. CPI മാവോയിസ്റ്റുകളുടെ പേരിൽ പോസ്റ്ററുകളും ഇവിടെ പതിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തുള്ള പോസ്റ്ററുകളാണിവ. മാസങ്ങൾക്ക് മുമ്പ് ആദിവാസി ഭൂമി കയ്യേറി നിർമ്മിച്ചുവെന്നാരോപിച്ച് മാവോയിസ്റ്റ് ആക്രമണമുണ്ടായ അഗ്രഹാര റിസോർട്ടിന് സമീപത്താണ് KTDCയുടെ ഈ ഹോട്ടൽ. തണ്ടർബോൾട്ട് അടക്കമുള്ള സായുധ സേനകളുടെ വൻ സുരക്ഷ നിലനിൽക്കുമ്പോഴാണ് വീണ്ടും മാവോയിസ്റ്റുകളുടെ പേരിൽ ആക്രമണം നടക്കുന്നത്. സംഭവത്തെ തുടർന്ന് പോലീസ് സുരക്ഷയിലാണ് പ്രദേശം. ന്യൂസ് ബ്യൂറോ, വയനാട്. നാദാപുരം ഷിബിൻ വധക്കേസ് അട്ടിമറിക്കാൻ നീക്കം. മുഖ്യപ്രതി തെയ്യമ്പാടി ഇസ്മയിലിനെ രക്ഷപ്പെടുത്താനാണ് ശ്രമം. സംഭവം നടന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. ഗുണ്ടാ നിയമം ചുമത്തിയപ്പോൾ രക്ഷപ്പെടുത്തിയത് ലീഗ് നേതൃത്വമാണെന്നും ആരോപണമായിരുന്നു. നാദാപുരം തൂണേരിയിലെ CPIM പ്രവർത്തകൻ ഷിബിനെ കൊലപ്പെടുത്തിയ കേസ് അട്ടിമറിക്കാനാണ് ലീഗ് നേതൃത്വം നീക്കം നടത്തുന്നത്. കൊലപാതകം നടന്ന് 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുഖ്യപ്രതിയും കൊലയാളി സംഘത്തിന്റെ തലവനുമായ തെയ്യമ്പാടി ഇസ്മായിലിനെയും സഹോദരൻ മുനീറിനെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. നിരവധി കേസുകളിൽ പ്രതിയായ ഇസ്മായിൽ ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യം നേടിയ ക്രിമിനലാണ്. കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തും ലീഗിന് വേണ്ടി ഇയാൾ ആക്രമണങ്ങൾ നടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.
നേരത്തെ പോലീസ് ഇസ്മായിലിനെ ഗുണ്ടാലിസ്റ്റിൽപ്പെടുത്തി ജയിലിലടച്ചപ്പോൾ രക്ഷിക്കാൻ രംഗത്തെത്തിയത് ലീഗ് നേതാക്കളായിരുന്നു. പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാത്ത ഇസ്മായിലിൻ്റേത് ആർഭാട ജീവിതമാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതികളെ രക്ഷിച്ച യൂത്ത് ലീഗ് നേതാവ് വില്യാപ്പള്ളിയിലെ രാമത്ത് യൂനസിനെ കഴിഞ്ഞ ദിവസം വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസ് അട്ടിമറിക്കാനുള്ള ലീഗ് പോലീസ് നീക്കത്തെ ജനങ്ങളെ അണിനിരത്തി ചെറുക്കുമെന്ന് CPIM വ്യക്തമാക്കിയിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. ക്രിമിനലുകളുടെ നീതി വ്യവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്ന് ജയിൽ DGP TP സെൻകുമാർ. സമൂഹത്തിന്റെ ത്വര ജയിലിൽ അടയ്ക്കപ്പെട്ടവരുടെ അവകാശം സംരക്ഷിക്കാനാണ്. പീഡിപ്പിക്കപ്പെട്ടവർക്ക് ശബ്ദം ഉയർത്തേണ്ട ബാധ്യത സമൂഹത്തിനുണ്ട്. ഇരകൾക്ക് നീതി ലഭിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനതല കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സെമിനാറിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് ആയിട്ട് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് എന്നാണ്. ബാലൻസ് എപ്പോഴും ഒരു ഇരയുടെ ഭാഗത്തായിരിക്കണം കൂടുതൽ ഉണ്ടാകേണ്ടത്. ക്രിമിനൽ ആയി കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അല്ല നമ്മൾ പലപ്പോഴും കൊണ്ടു നടക്കുന്നത്, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റമാണ്. ആൾക്കാർക്ക് വേണ്ടി സമൂഹത്തിന് ശബ്ദിക്കാൻ ബാധ്യതയില്ലേ? തലസ്ഥാനത്ത് സൈബർ കുറ്റവാളികളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. ദിനംതോറും തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം പെരുകുന്നുവെന്നും ഓൺലൈൻ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ ചെലുത്തണമെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് പറയുന്നു. ഓൺലൈൻ ഇടപാടുകൾ വർദ്ധിക്കുന്നതിനൊപ്പം തലസ്ഥാന നഗരിയിൽ സൈബർ തട്ടിപ്പുകളും വ്യാപകമാകുന്നുവെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ നിരീക്ഷണം. പണം നഷ്ടപ്പെട്ട് പരാതിയുമായി എത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി പെരുകുകയാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തതാണ് തട്ടിപ്പ് കേസുകൾ പെരുകാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. നെറ്റ് ബാങ്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. ക്രെഡിറ്റ് കാർഡിന്റെയും ഡെബിറ്റ് കാർഡിന്റെയും വിവരങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കണമെന്നും ഓൺലൈനിൽ അക്കൗണ്ട് വിവരങ്ങൾ ചോദിക്കുന്നവരോട് പ്രതികരിക്കരുതെന്നും പോലീസ് അറിയിച്ചു. മൊബൈൽ നമ്പറിനും ഇമെയിൽ വിലാസത്തിനും ലോട്ടറി സമ്മാനം ലഭിച്ചുവെന്നും തുക കൈമാറാനുള്ള സർവീസ് ചാർജ് നൽകണമെന്നുമുള്ള സന്ദേശങ്ങൾ അവഗണിക്കണം. സൈബർ കേസുകളിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാകുന്നവരുടേതാണ്. ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ വ്യാജ വെബ്സൈറ്റുകൾ വഴിയും പണം നഷ്ടപ്പെടുന്നവർ നിരവധിയാണ്. തൊഴിൽ വാഗ്ദാനം ചെയ്തും പണം ചോർത്തുന്ന സംഘങ്ങൾ ജില്ലയിൽ വ്യാപകമാണ്. വ്യാജ ഓൺലൈൻ പരസ്യങ്ങൾ മുഖേനയും തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും ഇവയുടെ വിശ്വാസത്തെ ഉറപ്പാക്കാൻ സൈബർ സെല്ലിന്റെ സഹായം തേടാമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കൊഴക്കേസിൽ കുറ്റാരോപിതനായ K മാണിക്ക് വേണ്ടി കൊച്ചിയിൽ പാട്ടപിരിവ്. ചുംബന സമരക്കാരുടെ നേതൃത്വത്തിൽ നടന്ന പിച്ചുതണ്ടൽ പ്രതിഷേധത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. റിപ്പോർട്ടിലേക്ക്. ബാർ കോഴക്കേസിൽ പ്രതിയായ ധനമന്ത്രി K മാണിക്കെതിരെ വ്യത്യസ്ത പ്രതിഷേധങ്ങളാണ് വിവിധയിടങ്ങളിൽ അരങ്ങേറുന്നത്. നേരത്തെ ചലച്ചിത്ര സംവിധായകൻ ആഷിഖ് അബു സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ എന്റെ വക 500 എന്ന ക്യാമ്പയിന്റെ ചുവട് പിടിച്ചായിരുന്നു ചുംബന സമരക്കാരുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ പിച്ചതണ്ടൽ പ്രതിഷേധം നടന്നത്. ബജറ്റ് വിറ്റ് പണമാക്കുന്ന K മാണി ഇനി ഒരിക്കലും ഇത്തരം തരം താഴ്ന്ന നിലയിൽ സമ്പാദിക്കരുത്. അഷ്ടിക്ക് വകയില്ലാത്തതിനാലാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെങ്കിൽ ഇനി അങ്ങനെ ഒരവസരം ഉണ്ടാകില്ല. അതിനുവേണ്ടിയാണ് ഈ പിച്ചതണ്ടലെന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ രാഹുൽ പശ്വാരൻ പറഞ്ഞു. ആഷിഖ് അബുവിന്റെ എന്റെ വക 500 എന്ന പോസ്റ്റ് വൻ വിജയമായിരുന്നു. പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ 5 ലക്ഷത്തിലധികം രൂപ മാണിയുടെ പേരിൽ മണി ഓർഡറായി പാലായിലെ പോസ്റ്റ് ഓഫീസിൽ എത്തിയതായാണ് വിവരം. പിച്ചതണ്ടി സമാഹരിച്ച പണവും മാണിയുടെ പേരിൽ മണി ഓർഡറായി എത്തിച്ചു കൊടുക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴ ആരോപണ വിധേയനായ ധനമന്ത്രി K മാണിയുടെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ വ്യത്യസ്ത സമരം. പത്തനംതിട്ട തിരുവല്ലയിലാണ് സമരവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയത്. തെരുവ് ഗാനമേള സംഘടിപ്പിച്ച് ലഭിച്ച തുക ധനമന്ത്രിക്ക് അയച്ചു നൽകാനാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ തീരുമാനം. ബാർകോഴ കേസിൽ ആരോപണ വിധേയനായ ധനമന്ത്രി K മാണിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരത്തിലുള്ള ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് തിരുവല്ലയിൽ വ്യത്യസ്തമായ സമരം നടന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും സഹായിക്കാൻ ചില സന്നദ്ധ സംഘടനകൾ സ്വീകരിക്കുന്ന തെരുവ് ഗാനമേളയാണ് തിരുവല്ലയിൽ ഡിവൈഎഫ്ഐക്കാർ കഴിഞ്ഞ ദിവസം K മാണിക്കായി അവതരിപ്പിച്ച് ഭിക്ഷാടനം നടത്തിയത്. പാലയിലെ ദരിദ്രനായ K മാണി സാറിനെ സഹായിക്കുക എന്ന പേരിലായിരുന്നു തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, KSRTC സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ യാചക ഗാനമേള അരങ്ങേറിയത്. ഗാനമേളയിൽ പിരിച്ചു കിട്ടുന്ന തുക മണി ഓർഡറായി മാണിസാറിന്റെ പാലയിലെ വീട്ടഡ്രസ്സിൽ അയച്ചു നൽകാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ബാർക്കോഴയിൽ കുടുങ്ങിയ K മാണിക്കെതിരെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലും വാട്സാപ്പിലും പ്രചരിക്കുന്ന ആക്ഷേപഹാസ്യ പരമ്പര ഇന്നത്തെ കാഴ്ചയാണ്. മാണിസാർ രാജിവെക്കരുതെന്നും ഇനിയും അഴിമതി നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്ന വീഡിയോകളും പ്രചാരത്തിലുണ്ട്. ആ കാഴ്ചയിലേക്ക്. 5 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതത്തിലെ
കടുത്ത പ്രതിസന്ധി നേരിടുന്ന KM മാണിക്കെതിരെ ആക്ഷേപഹാസ്യ പരമ്പരയാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലും വാട്സപ്പിലും അരങ്ങേറുന്നത്. എൻ്റെ വക 500 ക്യാമ്പയിനിലൂടെ ആഷിഖ് അബു കണക്കെറ്റ് കളിയാക്കിയപ്പോൾ മാണി രാജിവയ്ക്കരുതെന്നാണ് നടൻ അനൂപ് ചന്ദ്രന്റെ അഭ്യർത്ഥന. എൻ്റെ മാണി സാറേ, പ്ലീസ്, ആരുടെങ്കിലും കയ്യും കാലും പിടിച്ചിട്ടായാലും ആ സ്ഥാനത്ത് തന്നെ ഇരിക്കണം. ഒരിക്കലും ഒഴിഞ്ഞു കളയരുതേ. ജനാധിപത്യത്തെ വെറുതെ നാണം കെടുത്തരുത്. പ്ലീസ് പ്ലീസ്, ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. പ്ലീസ്, അങ്ങ് സഹായിക്കണം പ്ലീസ്. മാണിക്കെതിരെയുള്ള ആക്ഷേപഹാസ്യ പരമ്പരയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അണിനിരക്കുന്നുമുണ്ട്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് KM മാണിക്കെതിരെ മാത്രമല്ല, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും വ്യാപക പ്രതികരണങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സഹായധനം തട്ടിയെടുക്കുന്നതായി ആക്ഷേപമുയരുന്നു. പത്തനംതിട്ട തണ്ണിത്തോട് ആദിവാസി കോളനി നിവാസികളാണ് ആശുപത്രിയിൽ പോകാൻ സർക്കാർ അനുവദിച്ച തുക പോലീസ് തട്ടിയെടുക്കുന്നുവെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ആശുപത്രിയിലെത്താനുള്ള വാഹന വാടക നൽകുന്നതിൽ ക്രമക്കേട് നടന്നുവെന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. പത്തനംതിട്ട തണ്ണിത്തോട് IHRD കോളനിയിലെ സ്ത്രീകളും ഇലവങ്കൽ ആദിവാസി കോളനി നിവാസികളുമാണ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ജനമൈത്രി പോലീസിംഗിന്റെ ഭാഗമായി 1 ലക്ഷം രൂപയാണ് വാഹന വാടക സഹായ ഫണ്ടിലുള്ളത്. CA റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഫണ്ട് അനുവദിക്കുന്നത്. അപേക്ഷയിൽ ആവശ്യപ്പെട്ട തുക നൽകിയില്ലെന്നും 4000 രൂപ കൈപ്പറ്റിയെന്ന് എഴുതി വാങ്ങിയിട്ട് പോലീസ് 1400 രൂപയാണ് നൽകിയതെന്നും ആക്ഷേപം ഉന്നയിക്കുന്നവർ പറയുന്നു. സാർ അന്നേരം 3000 രൂപ റിപ്പോർട്ടിനകത്ത് എഴുതി, എന്നിട്ട് ഇപ്പുറത്തെ സർക്കിൾ അന്നേരം 4000 എഴുതി, എന്നിട്ട് 1400 എനിക്ക് തന്നുള്ളൂ. അപ്പം മോൻ്റെ രോഗവിവരമെല്ലാം ചോദിച്ചു. ഞാൻ എൻ്റെ രോഗവിവരമെല്ലാം പറഞ്ഞു. അവർ തന്നെ സ്വന്തമായിട്ട് അപേക്ഷ എഴുതിയിട്ട് സ്വന്തമായിട്ട് അപേക്ഷ എഴുതി ഇവർ പേപ്പർ കൊടുത്ത ഉടനെ 1000 എഴുതിയവർക്ക് 800 കൊടുത്തു, 2000 എഴുതിയവർക്ക് 1400 കൊടുത്തിട്ട് കൈപ്പറ്റിയെന്നുള്ള എഴുതിയും മേടിച്ചു, ഒപ്പും മേടിച്ചു. എന്നാൽ സുതാര്യമായ പൊതുസേവനത്തിന്റെ ഭാഗമായി ഗുണഭോക്താക്കളെ കണ്ടെത്തിയാണ് തുക വിതരണം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ആർക്ക് വേണമെങ്കിലും രേഖകൾ പരിശോധിക്കാമെന്നും പോലീസ് പറയുന്നു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിന് സർക്കാർ അനുവദിക്കുന്ന തുക അവരുടെ ക്ഷേമത്തിന് ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് പോലീസിന് അനുവദിച്ച ഫണ്ടിനെ കുറിച്ചും ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊട്ടാരക്കരയിൽ ഭാര്യയെ കഴുത്തറുത്തു കൊന്ന കേസിൽ ഭർത്താവ് അറസ്റ്റിലായ വാർത്തയിലേക്ക്. തലച്ചൂർ സ്വദേശി ഷാനവാസാണ് പിടിയിലായത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് പ്രതി ഷാനവാസ് ഭാര്യ ജാസ്മിനെ കരുതിക്കൂട്ടി കൊന്നതെന്ന് പോലീസ് പറയുന്നു. ഹാളിൽ കിടന്ന പ്രതി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജാസ്മിനോടൊപ്പം കിടന്ന ഇളയമകളെ മാറ്റിക്കിടത്തി. ഒച്ച പുറത്തു വരാതിരിക്കാൻ തലയണ കൊണ്ട് ജാസ്മിന്റെ മുഖത്ത് അമർത്തിപ്പിടിച്ച് ഷാനവാസ് വെട്ടുകത്തിക്കൊണ്ട് കഴുത്തിന് വെട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കൃത്യത്തിന് ശേഷം രക്തഗന്ധം മാറ്റാനായി ചാരം കൊണ്ട് കൈയും വെട്ടുകത്തിയും കഴുകി വൃത്തിയാക്കി. പുലർച്ചെ 3 മണിയോടെ രക്തത്തിൽ കുളിച്ചു കിടന്ന ജാസ്മിനെ കണ്ട് കുട്ടി നിലവിളിച്ചപ്പോൾ ഷാനവാസും ഒപ്പം കൂടി ബഹളം വെച്ച് ആളെ കൂട്ടി. സങ്കടം അഭിനയിച്ച ഷാനവാസിനെ നാട്ടുകാർ സംശയിച്ചതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദ്യം കുറ്റം സമ്മതിക്കാൻ ഷാനവാസ് തയ്യാറായില്ലെന്നും പിന്നീടാണ് കുറ്റം സമ്മതിച്ചതെന്നും കൊട്ടാരക്കര പോലീസ് അറിയിച്ചു. ഇന്നലത്തെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. രാത്രി അവിടെ 2 മണിയായപ്പോൾ ഫോൺ വിളിച്ചു. ഫോൺ വന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ആശുപത്രി ചെല്ലണമെന്ന് പറഞ്ഞു. ഗ്യാസിൽ നെഞ്ചേരപ്പാന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ കഴിഞ്ഞ് പിന്നെ ആരും ഒന്ന് ഫോൺ വിളിച്ച് അങ്ങ് വെക്കും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും വിളിക്കുമ്പോൾ പറയും തല അറക്കമായിട്ട് കിടക്കുന്നു, പിന്നെ കട്ടിലിൽ നിന്ന് വീണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ജാസ്മിന്റെ പേരിൽ വാങ്ങിയ ഭൂമി വിൽക്കണമെന്ന ഷാനവാസിന്റെ ആവശ്യം അംഗീകരിക്കാത്തതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ പല ദിവസങ്ങളിലും പ്രശ്നങ്ങളുണ്ടായി എന്നും പോലീസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വ്യത്യസ്തമായ ചില വാർത്തകൾ കൂടി. ഒറ്റപ്പെട്ടവർക്ക് ആതുരാലയങ്ങളാണ് പലപ്പോഴും തുണയാകുന്നത്. ആലുവ ജനസേവ ശിശുഭവനിലെ 2 പെൺകുട്ടികൾ വിവാഹിതരായെന്ന് റിപ്പോർട്ട്. വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ ജനസേവയിലെത്തിച്ച ശ്രീദേവിയും അശ്വതിയുമാണ് വിവാഹിതരായത്. പാലക്കാട് സ്വദേശികളാണ് ഇരുവരെയും വിവാഹം ചെയ്തത്. തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ എന്ന ആശയത്തിൽ പ്രവർത്തിക്കുന്ന ജനസേവാ ശിശുഭവനിൽ നിന്നും ആദ്യമായി വിവാഹിതരാകുന്നവരാണ് ശ്രീദേവിയും അശ്വതിയും. അച്ഛനും അമ്മയും പിരിഞ്ഞതിനെ തുടർന്നാണ് അശ്വതി ജനസേവയിലെത്തുന്നത്. നാടോടി സ്ത്രീയിൽ നിന്നും മമ്മൂട്ടി ഫാൻസുകാരാണ് ശ്രീദേവിയെ രക്ഷപ്പെടുത്തി ജനസേവയിലെത്തിച്ചത്. വർഷങ്ങൾക്കിപ്പുറം ഇരുവരെയും വിവാഹം കഴിപ്പിച്ചയക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ജോസ് മാവേലി പറഞ്ഞു. ഞങ്ങളിന്ന് ജനസേവാ ശിശുഭവൻ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളെ 2 മക്കളെ
ജനസേവ ശിശുവെല്ലാം ആദ്യമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. ജനസേവയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ, അത് എന്നൊരു സ്വപ്നമാണ് ജനസേവയ്ക്കുള്ളത്. അതിനുവേണ്ടി ഇനിയും ഒത്തിരി സന്മനസ്സുള്ള ആളുകൾ മുമ്പോട്ട് വരണം. പാലക്കാട് സ്വദേശികളായ സതീഷും പ്രമോദുമാണ് ഇരുവരെയും താലി ചാർത്തിയത്. ചലച്ചിത്ര താരങ്ങളായ KPSC ലളിത, കവിയൂർ പൊന്നമ്മ, തസ്നി ഖാൻ, അൻവർ സാദത്ത് MLA തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ വക ഉപഹാരം അസോസിയേഷൻ പ്രസിഡന്റ് നവദമ്പതികൾക്ക് സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുംബൈ പൂന എക്സ്പ്രസ് ഹൈവേയിൽ സഞ്ചരിക്കുന്ന ആശുപത്രി ഏർപ്പെടുത്താൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചു. ഓപ്പറേഷൻ തിയേറ്റർ അടക്കം അത്യാധുനിക സംവിധാനങ്ങളുള്ള വലിയ ആംബുലൻസ് ആയിരിക്കും സഞ്ചരിക്കുന്ന ആശുപത്രി. വാഹനാപകടത്തിൽപ്പെടുന്നവർക്ക് യഥാസമയം ചികിത്സ ലഭിക്കാതെ മരണപ്പെടുന്ന സംഭവങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങുന്ന പദ്ധതി വിജയം കണ്ടാൽ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ആലോചിക്കുന്നതെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ഏകനാഥ് ഷിൻഡെ പറഞ്ഞു. GPS ഘടിപ്പിച്ച 3 മൊബൈൽ ആശുപത്രിയാണ് 93 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ ആദ്യം പ്രവർത്തിക്കുക. അപകടം നടന്ന വിവരമറിഞ്ഞാൽ മൊബൈൽ ആശുപത്രി ഉടൻ സംഭവസ്ഥലത്തെത്തി അടിയന്തര ചികിത്സ നൽകും. മുറിവുകളുടെ ഗൗരവം അനുസരിച്ച് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുവാനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്തുണ്ടാകുന്ന റോഡ് അപകടങ്ങളിൽ ഏറ്റവും അധികം ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിലാണെന്നാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. എക്സ്പ്രസ് ഹൈവേയിൽ ഇതുവരെ ഉണ്ടായ അപകടങ്ങളിൽ 500-ലധികം പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ.